നമസ്കാരം. ഇവിടെ ഒരു എ പിയുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 7, 13, 19, etc. 205. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ n ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ an ഫോർമുല തന്നെയാണ് n കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. സെയിം ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുന്ന ഫോർമുല ഈ ഫോർമുലയിൽ തന്നെയാണ് നമുക്ക് n കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുക, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്. അപ്പൊ an കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 205 ആണ്. 205 ഈസ് ഈക്വൽ ടു a ഫസ്റ്റ് ടേം 7 പ്ലസ് n അറിഞ്ഞൂടാ n മൈനസ് 1 ഇൻറ്റു d. d എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പൊ 13 മൈനസ് 7. 13 മൈനസ് 7 ഈസ് ഈക്വൽ ടു 6. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 205 ഈസ് ഈക്വൽ ടു 7 പ്ലസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. 6 കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6n മൈനസ് 6. അപ്പൊ 205 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 7 മൈനസ് 6? 1 ആണ്. 1 മൈനസ് 6n. ഓക്കെ, ഈ 1 അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. 1 അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 1 അല്ലേ, പ്ലസ് 1 മൈനസ് 1 ആവും. 205 മൈനസ് 1 ഈക്വൽ ടു 6n. 205 എന്ന് പറയും, 205 മൈനസ് 1 എന്ന് പറയുമ്പോഴത്തേന് 204. 204 ഈസ് ഈക്വൽ ടു 6n. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n അല്ലേ അതിൽ നിന്ന്. അപ്പൊ n ഈസ് ഈക്വൽ ടു 204 ബൈ 6 മൾട്ടിപ്ലൈ ചെയ്യുക. 30 6 3s are 18. 2 ബാലൻസ് വരും 34 വരും. സോ n ഈസ് ഈക്വൽ ടു 34 വരും. ഈ എ പിയുടെ ഇടയിൽ 7, 3, 19, etc. 205. അപ്പൊ ഈ ഒരു എ പിയിൽ 34 ടേംസ് ഉണ്ട്. അപ്പൊ n-ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം ഈസി. പിന്നെ ഒന്ന് ഓർമ്മിക്കുക, n-ന്റെ വാല്യൂ എപ്പോഴും ഫ്രാക്ഷനിൽ വരത്തില്ല. ഫ്രാക്ഷനിലെ ഡെസിമലിലൊന്നും n-ന്റെ വാല്യൂ വരത്തില്ല. ഇതേപോലെ ഒരു ഹോൾ നമ്പറിലായിരിക്കും n-ന്റെ വാല്യൂ എപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.